السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലെ ഇതിൻ്റെ ആത്മാവായി നിലകൊള്ളുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ജാമിഅ അൽ ഫുർഖാനുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ചില വിഷയങ്ങൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നാൽ അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഇത് ചെറിയ സദസ്സാണെങ്കിലും നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവാസികളായി ജീവിക്കുന്നവരായ ആളുകളാണ്. കുടുംബത്തെ കരകയറ്റുക, സുരക്ഷിതമാക്കുക എന്ന ഒരു വലിയ ചുമതല വഹിച്ചുകൊണ്ട് ഒതുങ്ങി പ്രയാസപ്പെട്ട് അധ്വാനിച്ച് മിച്ചം വരുന്നത് സ്വകുടുംബങ്ങളിലേക്കും തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിനുമൊക്കെ നൽകി ത്യാഗം ചെയ്യുന്നവരായ ഒരു കൂട്ടം ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. അറബിയിൽ സാധാരണ കുടുംബം എന്ന അർത്ഥത്തിൽ അഹ്ല് പ്രയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഉസ്റത്ത് പ്രയോഗിക്കാറുണ്ട്, ആയിലത്ത് എന്ന ഒരു പദവും പ്രയോഗിക്കാറുണ്ട്. ആയിലത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി അയാളുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന, അയാളില്ലെങ്കിൽ നിലാരംബരായി പോകുന്ന ഒരു കൂട്ടം ആളുകൾ എന്നാണ് ആയിലത്ത് എന്ന് പറഞ്ഞാൽ. ആ അർത്ഥത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ ജീവിതം സ്വസ്ഥമുള്ളതും സ്വാസ്ഥ്യമുള്ളതും സമാധാനമുള്ളതും ആയിത്തീരാൻ വേണ്ടി മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്നവരാണ് നമ്മളൊക്കെയും. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ. അവിടെ നിന്ന് കയറുമ്പോൾ വലിയ സ്വപ്നങ്ങളായിരിക്കും. ഖത്തറിലേക്ക് പോവാണ്, അത്തറിൻ്റെ മണമുള്ള മണ്ണിലേക്കാണ് പോകുന്നത്, അത്തറിൻ്റെ മണമുള്ള ജീവിതമാണ് എന്നൊക്കെയാണ് നാട്ടുകാരുടെ വിചാരമെങ്കിലും ഈ ഖത്തർ പോലെയുള്ള മറ്റു ഗൾഫ് കൺട്രീസിലും അതല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിനിടക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഒരു പരമമായ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന, നമ്മളോട് ഉദ്ഘോഷിക്കുന്ന ഒരു വലിയ കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ തന്നെയും, അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിച്ചുകൊള്ളൂ. വഖൂദുഹന്നാസു വൽ ഹിജാറ,
ആ നരകത്തിന്റെ ഇന്ധനമായി അതിൽ കിടന്നെരിയുന്നത് മനുഷ്യനാണ്, കല്ലുകളാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ. ആ നരകാഗ്നിക്ക് കാവൽക്കാരായി ഉള്ളത് കോപിഷ്ടന്മാരായ, പുഞ്ചിരിക്കാൻ അറിയാത്ത, കടുപ്പമുള്ള സ്വഭാവത്തിന് ഉടമകളായ, കടുത്ത ആരോഗ്യമുള്ളവരുമായ ചില മലക്കുകളാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ചതിനെ ധിക്കരിച്ചവർക്ക് പരിചയമല്ല, അല്ലാഹു കൽപ്പിച്ചതിനെ ധിക്കരിച്ചുകൊണ്ട് അവർക്കൊരു പരിചയമല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടതെന്തോ അത് ചെയ്യുന്നവരാണ് അവർ. ഞാനിത് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പാരത്രിക വിജയമാണ്. ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. ഭൗതിക ലോകത്ത് സാധാരണ മലയാളത്തിൽ പറയും പോലെ നായി നയിക്കും പോലെ നയിച്ചിട്ട് പരലോകം നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന മഹാപരാജയമാണ്. ഖസാറത്തുൻ കുബ്ര, അതിനേക്കാൾ വലിയ പരാജയമല്ല. നിങ്ങൾ ഖത്തറിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബം നരകാഗ്നിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ സാലറിയുടെ സ്കെയില് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ആത്യന്തികമായി നിങ്ങൾ ശുദ്ധബോഷ്കന്മാരാണ്, നഷ്ടം ഭവിച്ചവരാണ്. നമ്മുടെ കുടുംബത്തെ നന്മയിലേക്ക് വഴി നടത്താൻ നമ്മുടെ ജോലി കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങൾ കൊണ്ട്, നമ്മുടെ വ്യാവസായികമായ തിരക്ക് കൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനും നേർവഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതം അർത്ഥമില്ലാത്ത, കേവലം മനുഷ്യേതര നാം കാണുന്ന മൃഗസമാനമായ ഒരു ജീവിതമാണ്. ഇതാണ് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഞാനിവിടെ നിൽക്കുന്നത് ജാമിഅ അൽ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ അധ്യാപകൻ എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഇടപഴകാനും അവരോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും ഒരു പരിധിവരെ സാധിച്ച ഒരാളാണ് എന്ന അർത്ഥത്തിൽ നമുക്കൊക്കെ ആശങ്കയുള്ള വിഷയമാണല്ലോ നമ്മുടെ മക്കൾ എന്നുള്ളത്. നമ്മുടെ മക്കൾ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു ക്രൗഡില്, ഈ സദസ്സിൽ, ചെറിയ സദസ്സിൽ ഫാമിലി നാട്ടിലുള്ള ആളുകളൊന്ന് കൈവന്തിക്കും. അവരിവിടെ സെറ്റിൽഡ് അല്ല, നാട്ടിലാണ്. ഓക്കെ, ഏതായിരുന്നാലും ഒന്ന് നോക്കി, വേറെയും കുറെ ആളുകൾ നമ്മുടെ സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ നാടടക്കമുള്ള എല്ലാ നാടുകളെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൽ ഈ അടുത്തായി നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇന്നുകൂടി പുറത്തു വന്ന ഒന്നിലധികം വാർത്തകൾ, നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വർത്തമാനങ്ങൾ ഭീതിജനകമാണ്, ഭീകരമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിലെ 9ാം ക്ലാസ്സിലോ 10ലോ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ക്യാമ്പസിലെ പ്രിൻസിപ്പളെ ഇരുത്തിക്കൊണ്ട് അവിടെ തെറിവിളി നടത്തുന്ന ഒരു വീഡിയോ വലിയ ചർച്ചയായിരുന്നു. ഇതും സമാനമായി കഞ്ചാവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണ്. ഇന്നലെ ഞാൻ വായിച്ചൊരു വാർത്ത, കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിൽ വെച്ചുകൊണ്ട് 3ഓളം യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. നാർക്കോട്ടിക്സ് എല്ലാം അറസ്റ്റ് ചെയ്യുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. ലഹരിയുടെ അത് കൊടുക്കുകയും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 6 മാസത്തോളം പോലീസ് നിരീക്ഷണത്തിലാണ്. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തു. ആരാന്നറിയോ? ഇതിലൊരാൾ 25 വയസ്സുള്ള വയനാട് ജില്ലയിലെ മദ്രസയിലെ അധ്യാപകനാണ്. ഖുതുബ പറയുന്ന ആളാണ്. ഈ പിടിക്കപ്പെട്ട ആളുകൾ പോലും മതപരിസരത്തുള്ളവരാണ്, ദീനീ പരിസരത്തുള്ളവരാണ്. ഇത് അപ്പുറത്തൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തില് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ വെള്ളിയാപള്ളിക്ക് സമീപം ഒരിക്കൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മദ്യ നിർമ്മാർജ്ജന സമിതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു വിഭാഗവും ISM-ഉം സംയുക്തമായിക്കൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ലഹരിക്കെതിരെ. അതിൽ ഞാൻ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ
അന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഇത്തരം സമരങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കൗമിൽ പോലുമല്ല ആ വ്യക്തി. അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. കേരളത്തിൽ അറിയപ്പെട്ട കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഏത് ലഹരിയും ഒരു വട്ടം നാക്കിൽ വെച്ചാൽ അയാൾക്ക് ആ ലഹരി ഏതാണെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന എക്സ്പീരിയൻസ് ഉള്ള തജ്രിബയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോഴിക്കോടോ അതല്ലെങ്കിൽ കൊച്ചിയിലോ വെച്ചുകൊണ്ട് ഒരു ലഹരി വേട്ട നടത്തുന്നു. വിമാനത്തിൽ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ലഹരിയെ നുണഞ്ഞ് അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഏറ്റവും വീര്യം കൂടിയ ഏറ്റവും ഭയാനകമായ സാധനമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊണ്ടുവന്ന ആളുകൾ സാധനം സ്വാഭാവികമായും പോലീസ് നടപടിക്ക് വേണ്ടി FIR രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഈ തൊണ്ടി മുതൽ എന്ന നിലയ്ക്ക് ഈ സാധനം അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ഇതേ ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്ത ജൂറിസെക്ഷനുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പിടിച്ചു തന്ന ലഹരിയുടെ വിഷയത്തിൽ എനിക്കൊരു സംശയമുണ്ട്, എനിക്കത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഇത്ര പെരുമയുള്ള കേരളം കണ്ട ഒരു ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് അത് ആവശ്യപ്പെടുമ്പം പോലീസുകാർ സമ്മതിക്കുന്നു. പിന്നീട് അതിന്റെ നടപടിക്രമം കോടതിയിലേക്ക് മാറി. ഈ തൊണ്ടി മുതൽ കോടതിയിലേക്ക് ഹാജരാക്കി. കേസിന്റെ വിചാരണ നടക്കുന്ന അന്ന് വീണ്ടും ഈ ഉദ്യോഗസ്ഥൻ ആ കോടതി വരാന്തയിലേക്ക് വരുന്നു. സാക്ഷി പറയാൻ വേണ്ടി കൂട്ടിൽ കയറിയ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്, ജഡ്ജിയോട് ന്യായാധിപനോട് പറയുന്നത്, എനിക്ക് ഒന്നുകൂടി അത് പരിശോധിക്കണം. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. കോടതി അത് സമ്മതിച്ചു. പക്ഷെ ഒരു സംശയം അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായി. ആ സംശയം യഥാർത്ഥത്തിൽ സത്യമായിരുന്നു. ഒരൊറ്റ വട്ടം അത് ഉപയോഗിച്ചതോടുകൂടി ആ ഉദ്യോഗസ്ഥൻ അതിനഡിക്റ്റായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അയാൾ കേരളത്തിൽ തന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്, ഇത്ര ഭീകരമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നുണ്ട്. നമ്മുടെ മക്കളുടെ പോക്കുവരവിനെ കുറിച്ച് നമുക്കറിയുന്നില്ല. രാത്രികളിൽ നമ്മുടെ മക്കൾ 10 മണിക്കും 11 മണിക്കും നമ്മുടെ വീടുകളിലേക്ക് കയറി വരികയാണ്. നിങ്ങൾ ഖത്തറിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പിന്റെ തുള്ളികൾ കൊണ്ട് നിങ്ങൾ സ്വരൂപിച്ചു വെച്ച റിയാലുകൾ ഇന്ത്യൻ റുപ്പീസ് ആയിക്കൊണ്ട് നിങ്ങളത് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഭാര്യയോട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി പറയുന്ന സമയത്ത് എന്റെ കുട്ടി എത്ര മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്, എന്റെ കുട്ടി മതപരമായ കാര്യങ്ങളിൽ സജീവ പങ്കാളിത്തമുണ്ടോ, അവൻ നമസ്കരിക്കാറുണ്ടോ എന്ന് പറയാനോ ചോദിക്കാനോ കഴിയാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണെങ്കിൽ ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്ന ആയത്ത് നമുക്കെതിരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കുട്ടികളെ, ഞാൻ ഒരൊറ്റ വിഷയമാണ്, കുറഞ്ഞ സമയമുള്ളൂ, അരമണിക്കൂർ കൊണ്ട് എൻ്റെ സംസാരം എനിക്ക് അവസാനിപ്പിക്കണം. നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്തുന്നതിൻ്റെ ആദ്യപടിയായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോണത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമുക്ക് നൽകിയ ചില നിർദ്ദേശങ്ങളുണ്ട്. അത് മാത്രമാണ്. ഇത് ഒരൊറ്റ സംസാരം കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. എന്നാലും ആ ഒരു വിഷയത്തിന്റെ തുടക്കം എന്ന അർത്ഥത്തിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേൾക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പേരുകേട്ട അനുചരനും പ്രവാചകന്റെ വലങ്കയും ഇടങ്കയുമായി പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന 2 അനുചരന്മാരാണല്ലോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ രീതിയെക്കുറിച്ച് നമുക്കറിയാം. കേവലം ഭരണമല്ലായിരുന്നു, അദ്ദേഹം തസ്കിയത്ത് നടത്തിയ ആളായിരുന്നു, തർബിയത്ത് നടത്തിയ ആളായിരുന്നു. തന്റെ ഗവർണർമാരെ നിശ്ചയിക്കുന്ന സമയത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ടാക്സ് പിരിക്കാൻ വേണ്ടിയല്ല പറഞ്ഞയക്കുന്നത്, ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത് അവർക്ക് ദീന് നൽകാൻ വേണ്ടിയാണെന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഭരണ രീതിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് പരാതിയുമായി വരികയാണ്. പരാതി എന്തെങ്കിലും ഭരണതലത്തിലുള്ള വേറെ എന്തെങ്കിലും ജോലി സംബന്ധമൊന്നുമല്ല. അയാളുടെ പരാതി, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, ധിക്കരിക്കുന്നു, ഞാൻ പറയുന്നതിനെ ആ കുട്ടി മുഖവിലക്കെടുക്കുന്നില്ല. ഈ പരാതിയില്ലാത്ത രക്ഷിതാക്കൾ തുലോം തുച്ഛമാണ്. പരാതിയുമായി വന്നപ്പോൾ സ്വാഭാവികമായും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പരാതി കേട്ടു. അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ആ കുട്ടിയുടെ ഉപ്പയെ വിളിച്ചു വരുത്തി.
ആ കുട്ടിയെ വിളിച്ചു വരുത്തി ഉപ്പയുടെ വാക്ക് കേട്ടിട്ട്. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉപ്പ നിന്നെക്കുറിച്ച് പരാതി പറഞ്ഞു വന്നിട്ടുണ്ട്, നീ നിന്റെ ഉപ്പയെ ആദരിക്കുന്നില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല, നേർവഴിക്ക് നടക്കുന്നില്ല. എന്നിട്ട് ഉപ്പയോടുള്ള ഒരു കുട്ടിയുടെ ബാധ്യതയെക്കുറിച്ചു സവിസ്തരം ഉമർ റളിയല്ലാഹു അൻഹു പ്രതിപാദിച്ചു, ഉപദേശം നൽകി. പ്രവാചകന്റെ ആയത്തുകളോ ഹദീസുകൾ പാരായണം ചെയ്തു, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി. ഇതൊക്കെ അയാൾ കേട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടി ഉപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ സങ്കല്പിക്കുക, ആ ഉപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഒരു ചോദ്യം ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ വാലിദി, അങ്ങനോട് ഒരു കുട്ടി ഉപ്പയോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഉപ്പ മകളോട് ചെയ്യേണ്ട, മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഇസ്ലാമിലില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, തീർച്ചയായും. എങ്കിൽ അതൊന്നു പറഞ്ഞേ. ഉമർ റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങളാ പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞതറിയോ? അടിവരയിട്ടുകൊണ്ട് കേൾക്കേണ്ട ഒരു വാക്കാണ്, അയ്യൻതഖിയ ഉമ്മ. തന്റെ ഉമ്മയെ, തന്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന, തന്റെ ജീവിതത്തിൽ സഹധർമ്മിണിയായി കടന്നു വരുന്ന തന്റെ നല്ല പാതിയെ, നമ്മൾ ബെറ്റർ ഹാഫ് എന്നൊക്കെ വിളിക്കുന്ന തന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കണം. എന്ന അറബിയിൽ പറഞ്ഞാൽ ഒരു വസ്തുവിൽ നല്ലതും ചീത്തതും നോക്കിയിട്ട് വേർതിരിച്ച് അതിലെ ഏറ്റവും നല്ലതിനെങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനാണ് ഇന്തിഖാ എന്ന് പറയുക. ഉമ്മ, നോക്കി പരിശോധിച്ച് അന്വേഷിച്ചിട്ട് തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ക്വാളിറ്റിയുള്ള ഒരു ഉമ്മയെ അയാൾ തിരഞ്ഞെടുക്കണം. രണ്ടാമതോ തന്റെ മകന് ആത്മാഭിമാനം തോന്നുന്ന പേര് വിളിക്കണം, അവന് അഭിമാനബോധമുള്ളവരായി വളർത്തണം. അതെന്തിനാ പറയാൻ കാരണം വെച്ചാല്, ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ കാലഘട്ടത്തില് മക്കൾക്ക് മോശപ്പെട്ട പേരുകൾ ഇടുന്ന ഒരു പ്രവണത രക്ഷിതാക്കളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രഗത്ഭനായ ഒരു കവി, സബഉൽ മുഅല്ലഖാത്ത്, 7 മുഅല്ലഖ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ അറബി കവിതയിലെ രചയിതാക്കളിൽ ഒരാളാണ് അൻതറത്ത് ഇബ്നു ശദ്ദാദ് എന്ന ഒരു അടിമയായിരുന്ന ഒരു മനുഷ്യൻ. പിതാവ് അടിമയല്ല, സ്വതന്ത്രനായ ഒരു പിതാവിന് ജനിച്ച, അടിമയിൽ ജനിച്ചൊരു കുഞ്ഞായിരുന്നു അൻതറ. അൻതറക്ക് ആ പേരിട്ടത് ഉമ്മയായിരുന്നു. അൻതറ എന്ന് പറഞ്ഞാൽ തടിച്ച വലിയ ഈച്ച എന്നർത്ഥം. അതുപോലെയുള്ള പേരുകൾ ഇടുന്നൊരു പ്രവണത. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ മാന്യമായി, അന്തസ്സുള്ളവരായി, അഭിമാനമുള്ളവരായി അവരെ വളർത്തണം, നല്ല പേര് കൊടുക്കണം. പിന്നെയോ വയുഅല്ലിമഹുൽ കിതാബ്, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കണം. ഈ 3 കാര്യം, ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇന്തിഖാഉൽ ഉമ്മ, ഉമ്മയെ തെരഞ്ഞെടുക്കണം. 2 അയാളുടെ പേര് നന്നാക്കണം. 3 മതം നൽകണം. ഇത് കേട്ടിട്ട് ആ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അമ്മാ ഹാദാ ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്. ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും എന്റെ വാപ്പനോട് ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാം, എന്റെ ഉമ്മ മജൂസിക്ക് ഭാര്യയായിരുന്ന ഒരു അഗ്നി ആരാധകന്റെ സ്ത്രീയായിരുന്നു. സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ടാണ് എന്റെ ഉമ്മയെ എന്റെ പിതാവ് വേളി കഴിക്കുന്നത്. എന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ ഉമ്മ എന്നെ വിളിച്ചത് ജുഅല് എന്നാണ്, വണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം. 3 വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം പോലും ഈ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. വാദിപ്രതിയായി. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചാ വ്യക്തിയോട് ചോദിക്കാണ്, അജിഅത ഇലയ്യ തശ്കു ഉഖൂഖ ഇബ്നിക്, നീ നിന്റെ മകൻ നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നു എന്ന് എന്നോട് പരാതി പറയാൻ വേണ്ടി വന്നതാണോ? വഖദ് അഖഖ്തഹു ഖബ്ല അൻ യഉഖക്, നിന്നോട് അവൻ അനുസരണക്കേട് കാണിക്കുന്നതിനു മുമ്പ് നീ അവനോടല്ലേ അനുസരണക്കേട് കാണിച്ചത്? വഅസഅത ഇലൈഹി ഖബ്ല അൻ യുസിഅ ഇലൈക്, അവൻ നിന്നോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ അവനോട് മോശമായി പെരുമാറിയില്ലേ? ബസ് ഇത് മതി നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്. ഇത് ആണിന് മാത്രം ബാധകമല്ല, പെണ്ണിനും ബാധകമാണ്. ഈ പറഞ്ഞ ഇന്തിഖാഉൽ ഉമ്മ എന്നുള്ള വിഷയത്തെ നേരെ തിരിച്ചിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു,
ഇല്ലാ തകുൻ ഫിത്നതുൻ വഫസാദുൻ കബീർ. നിങ്ങളിലേക്ക് ഒരാൾ നിങ്ങളുടെ മകളെ വേളി കഴിക്കാൻ, കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചു വന്നാൽ, മൻ തർലൗന ദീനഹു, ദീനുണ്ട്, വഖുലുഖഹു, നല്ല സ്വഭാവമുണ്ട്, ഫസവ്വിജൂഹു, കെട്ടിച്ചു കൊടുക്കണം. നോട്ട് ചെയ്യണേ, എന്താ പറഞ്ഞത്? ഒരു പെണ്ണ് താൻ ജന്മം നൽകുന്ന കുഞ്ഞിന്റെ പിതാവാകാനുള്ള യോഗ്യത എന്നെ വിവാഹം അന്വേഷിച്ചു വന്ന ഈ വ്യക്തിക്കുണ്ടോ എന്ന് അവളും നോക്കണം, അവളുടെ പാരന്റും നോക്കണം എന്നാ. ഇതാണ് ഇസ്ലാം. ഈ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചെന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് അയാളോട് ഞങ്ങളെ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന നാടകത്തിന് പറയുന്ന പേരല്ല. പാരന്റിംഗ് തുടങ്ങുന്നത് വിവാഹത്തിന് മുമ്പാണ്. വിവാഹം മുതൽ ഒരാൾ തന്റെ കുടുംബത്തെയും തന്റെ കുടുംബ ഭദ്രതയെയും കുറിച്ച് ആലോചിക്കണം എന്നാ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു. പ്രഗൽഭനായ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ്, സ്വഹാബികൾക്ക് ശേഷം വന്ന ആളാണ്, താബിഈയാണ്. അദ്ദേഹം തന്റെ മകൾക്ക് അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മകൻ, അഥവാ അന്നത്തെ അമവി ഖലീഫയുടെ മകൻ, തന്റെ മകന് വിവാഹം അന്വേഷിച്ച് സഈദ് ഇബ്നു മുസയ്യിബിന്റെ അടുക്കൽ മോള വിവാഹം അന്വേഷിച്ചു വന്നു. ആര്? അമവി ഖലീഫയുടെ മകൻ, തന്റെ ഖലീഫയുടെ മകന് വേണ്ടി ഖലീഫ സഈദ് ഇബ്നു മുസയ്യിബ് എന്ന ആ മഹാപ്രഗൽഭ പണ്ഡിതനോട് നിങ്ങളുടെ മകളെ എന്റെ കുട്ടിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചപ്പം സഈദ് ഇബ്നു മുസയ്യിബ് തരില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ആരെ ഈ സഈദ് ഇബ്നു മുസയ്യിബ് എന്നറിയോ? മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന സാത്വികനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് പറയുന്നുണ്ട്, സൗന്ദര്യത്തിൽ കവച്ചു വെക്കാൻ വേറൊരു സ്ത്രീ മദീനയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മകളെ. വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഹദീസുകൾ ഏറ്റവും കൂടുതൽ മനപ്പാടമുണ്ടായിരുന്ന, അന്ന് ജീവിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ജനങ്ങളിൽ ഒന്നാമത്തെയാൾ. ഈ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ട സ്ത്രീയാണ് സഈദ് ഇബ്നു മുസയ്യിബിന്റെ മകൾ. സഈദ് ഇബ്നു മുസയ്യിബ് കെട്ടിച്ചു കൊടുത്തില്ല. കെട്ടിച്ചു കൊടുത്തത് ആർക്കറിയോ? അദ്ദേഹത്തിന്റെ ദിക്ർ ഹൽഖയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർസിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ. കുറച്ച് ദിവസം അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വരാതിരുന്നപ്പോൾ ദർസിൽ സജീവാണ്, നല്ല ഏറ്റവും സജീവമായി പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം കൊണ്ടൊക്കെ പേര് കേട്ട വ്യക്തിയാണ്. അദ്ദേഹം വരാതിരുന്നപ്പോൾ ചോദിച്ചു, എന്തേ? ഭാര്യ മരിച്ചുപോയി. വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഭാര്യ മരിച്ചുപോയി. അതിൻ്റെതായ കൊല ചിരക്കിൽപ്പെട്ടത് കൊണ്ട് ക്ലാസ്സിൽ പതിവായി സ്ഥിരമായി വരുന്ന അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. സഈദ് ഇബ്നു മുസയ്യിബ് തന്റെ മകൾക്ക് വേണ്ടി കണ്ടെത്തിയ വരൻ ആരാണെന്നറിയുവോ? ഈ രണ്ടാം കെട്ടുകാരനാ. മകൾക്കും സമ്മതായിരുന്നു, വാപ്പക്കും സമ്മതായിരുന്നു. അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മകന് വേണ്ടി കൊടുക്കാൻ മടി കാണിച്ച സഈദ് ഇബ്നു മുസയ്യിബ് തന്റെ കുട്ടിക്ക് കൊടുത്തത്, ഇതാണ് ഒരു പിതാവിന്റെ ധർമ്മം. ഇതാണ് ദീന് നൽകുക എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കോളേജുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പെൺകുട്ടികൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് പല രക്ഷിതാക്കളും വന്ന്, സാർ കുട്ടിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്, ഒരു നല്ല വരനെ വേണം എന്ന് പലരും പറയാറുണ്ട്. നോക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് അന്ന് അതിന് പിന്നാലെ പോവാറില്ല. വീണ്ടും രണ്ടാമതും വരുമ്പോൾ മാത്രമേ ഞാനത് സീരിയസ് ആയി ആലോചിക്കാറുള്ളൂ. എന്റെ വ്യക്തിപരമായി എന്നോട് ഒരിക്കൽ ഒരു കുട്ടിയുടെ അതേ രക്ഷിതാവ് ഇതേപോലെ പറഞ്ഞു, നമുക്ക് ഒരാളെ വേണം, മകൾക്കാണ്, അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബമാണ്, ഒരാളെ വേണം. ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കണം. ദീനി രംഗത്തൊക്കെ ഉള്ള അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന മതമുള്ള കുടുംബത്തിൽ നല്ലൊരു മരുമകനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. ഞാൻ ഇൻഷാ അല്ലാഹ്. പിന്നെ അദ്ദേഹം 1-2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ കണ്ടപ്പോൾ അതേ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ സീരിയസ് ആണോ? അറിയോ സീരിയസ് ആയിട്ടാണോ എന്നോട് ഇത് പറഞ്ഞത്? നിങ്ങളുടെ മകൾക്ക് ദീനുള്ള ഒരു മകനെയാണോ വേണ്ടത്? ദീനുള്ള മകൾക്ക് ദീനുള്ള ഒരു ഭർത്താവിനെയല്ലേ വേണ്ടത്? കുടുംബം പോറ്റാൻ ആർജവമുള്ള, ഖുലുഖുള്ള സ്വഭാവമുള്ള, താൻ പട്ടിണി കിടക്കുന്നത് വരെ അവളെ പട്ടിണിക്കിടാത്ത ഒരു ചെറുപ്പക്കാരനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു. അദ്ദേഹം ഞാൻ ചോദിച്ചു, അദ്ദേഹം അങ്ങനെ കേട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ദീനുണ്ടവർക്ക്, അവർക്ക് സൗന്ദര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള സൗന്ദര്യം ഉണ്ടാകും. അവർക്ക് അതുപോലെയുള്ള തന്റെ ഒരു ഭാര്യയെ, ഒരു സ്ത്രീയെ നോക്കാനുള്ള അന്തസ്സും അതിനുള്ള അഭിമാനബോധവുമുള്ള നല്ല ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്.
പക്ഷെ ഒരു പക്ഷെ നിങ്ങൾ സമ്പത്തിന്റെ കണക്കെടുത്താൽ, തറവാടിത്തത്തിന്റെ കണക്കെടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. പറ്റുമോ? അയാളൊന്നും മിണ്ടാതെ പോയി. പിന്നീട് അദ്ദേഹം എന്നോട് ആ മകളുടെ കല്യാണത്തെ കുറിച്ച് ഒന്നും പറയില്ല. കല്യാണം നിശ്ചയിച്ചപ്പോൾ അതിന്റെ കത്തയച്ചു. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യബോധം. എത്ര ഡൈവേഴ്സ് കേസുകളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. വിവാഹം എന്താണെന്നും കുടുംബം എന്താണെന്നതിനെ കുറിച്ചും ഒന്നും ഒരു ധാരണയില്ലാത്തതുകൊണ്ടല്ല. ഇതൊക്കെ അറിയാം. യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തുൻകഹുൽ മർഅതു ലിഅർബഈൻ, നമുക്കറിയാലോ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനിന് പ്രാധാന്യം നൽകണം. തരിബത് യദാക്, നിന്റെ കൈ, തരിബ തുർബ എന്ന് പറഞ്ഞ മണ്ണാണ്. തരിബത് യദാക്, നിന്റെ മണ്ണിൽ നിന്റെ കൈകൾ രണ്ടും പുരളാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയോ? ഫൽഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞാൽ മുഖം മണ്ണിൽ കുത്താതിരിക്കാൻ നിന്റെ കൈ മണ്ണിൽ പുരട്ടിക്കോ. എന്നാലും വേണ്ടിയില്ല, ഫൽഫർ ബിദാത്തിദ്ദീൻ, മതമുള്ളവരെ അദ്ദുനിയ മതാ വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. ദുനിയാവ് എന്ന് പറഞ്ഞ വിഭവം, ആ വിഭവത്തിൽ ഏറ്റവും ഉത്തമമായത് ഒരാൾക്ക് കിട്ടാൻ കഴിയുന്നത് സൽസ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ്. സൽസ്വഭാവം, അതിനേക്കാൾ സമാധാനം വേറെ എന്താണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പട്ടിണിയിലാണെന്ന്, നമ്മുടെ കീശയിൽ കാശില്ല എന്നറിഞ്ഞാൽ അത് കണ്ടറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പണം 500 രൂപ ചെലവാക്കിക്കോ എന്ന് പറഞ്ഞു കൊടുത്താൽ ആ 500-ൽ നിന്ന് 300 മാത്രം ചെലവാക്കി 200 തിരിച്ചു കൊണ്ടുവന്ന് തരുന്ന ഒരു ഭാര്യയേക്കാൾ നമുക്ക് പിന്നെ എന്താ കിട്ടാനുള്ളത്? നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കള് പള്ളിയിൽ പോകുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഭാര്യയേക്കാൾ സ്വസ്ഥതയുള്ള, സമാധാനമുള്ള വേറെന്താ നമുക്ക് കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. സമാധാനം തരാത്തൊരു സുന്ദരിക്കോതയെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ദീനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് സമാധാനമാണുള്ളത്? ഒന്നുമില്ല. അവിടെയാണ് ഫൽഫർ ബിദാത്തിദ്ദീൻ. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പ്രവാചകന്മാർ മുഴുവനും നമുക്ക് കാണിച്ചിരുന്ന അടുത്ത ഉപദേശം റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സൽസന്താനത്തെ തരണേ. പ്രാർത്ഥനയാണ്, സൽസന്താനത്തെ തരണേ, കുഞ്ഞിനെ തരണേ എന്നല്ല. ആ സൽസന്താനമാവണമെങ്കിൽ എന്താവണം? മക്കൾ സൽസന്താനമാവണമെങ്കിൽ 10 ഗുണം 10 ഗുണം എന്ന് കേട്ടില്ലേ? 10 ഗുണം 10 ഗുണം. ഞാൻ എൻ്റെ അറിവിൽ പറയട്ടെ, എൻ്റെ മുമ്പിൽ വന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ, എനിക്ക് ചെറിയ മക്കളാണ്. 4 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളൊരു കുട്ടി എനിക്കില്ല. എൻ്റെ ഏറ്റവും മൂത്ത മകളുടെ പ്രായം 4 വയസ്സാണ്. പക്ഷെ ആ 4 വയസ്സാണെങ്കിലും എൻ്റെ മുമ്പിൽ ഒരുപാട് ആശങ്കകളുണ്ട്. എൻ്റെ മകളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം പുതിയ തലമുറയെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അടുത്തറിയാൻ സാധിക്കുന്ന ഒരാളെന്ന നിലക്ക് മാത്രമേ ഞങ്ങളോട് പറയുന്നത്. എത്ര കുട്ടികൾ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളുമായി വരാറുണ്ടെന്നറിയും. ആ പ്രശ്നങ്ങളുള്ള കുടുംബത്തെ ഞാൻ പറയുന്നത്, അങ്ങനെ പ്രശ്നങ്ങളുള്ള 80% 80% അതിന്റെ എബോവ് വരുന്ന കേസുകൾ മുഴുവനും കുടുംബ ഭദ്രതയില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, ഉപ്പയും ബാപ്പയും തമ്മിൽ പ്രശ്നം, മാനസികമായ പ്രയാസങ്ങൾ, അടിപിടികൾ, ഡൈവേഴ്സ് കേസ്, വീട്ടിൽ സ്വസ്ഥതയില്ല. ഉപ്പയിൽ നിന്നാണ് തോന്നിവാസം പഠിച്ചത്, ഉമ്മയിൽ നിന്നാണ് തോന്നിവാസം പഠിച്ചത്. ഞങ്ങളോട് വളരെ വിഷമത്തിലൊരു കാര്യം പറയട്ടെ. ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു മകൾ, നമ്മളൊക്കെ വിചാരിക്കുന്ന അപ്പുറത്താ. തന്റെ പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന് ധാർമ്മികത ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിന് ഉപ്പയുടെ മൊബൈലിൽ നിന്ന്, ഉമ്മയുടെ മൊബൈലിൽ നിന്ന് ആ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായത് കാണാൻ അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ, സ്മാർട്ടായി പഠിക്കുന്ന ഒരു കുട്ടി ചില സമയത്ത് വളരെ ഡിപ്രസ്ഡായി, വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു, നമ്മൾ പറയില്ലേ ഡബിൾ മൈൻഡ് എന്നോ അല്ലെങ്കിൽ ഡുവൽ ക്യാരക്ടർ എന്നൊക്കെ പറയും പോലെ 2 ക്യാരക്ടറാണ്. ചില സമയത്ത് കുട്ടി വളരെ ആക്റ്റീവാണ് ക്ലാസ്സിൽ, ചില സമയത്ത് നിങ്ങൾ ഒരു പച്ച കളർ കാണിച്ചു കൊടുത്തിട്ട് ഈ കളർ ഏതാന്ന് ചോദിച്ചാൽ റെഡ് ആണെന്ന് പറയും. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു ആൺകുട്ടി. ഞാൻ ഇവന്റെ ക്യാരക്ടർ കണ്ടപ്പോൾ രക്ഷിതാവിനോട് ചോദിച്ചു. രക്ഷിതാവല്ല, വല്യുപ്പയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വല്യുപ്പ പറഞ്ഞതെന്ന് വെച്ചാല്, ഇവനെ ഗർഭം ധരിച്ച സമയത്താണ് എൻ്റെ മകളും അവളുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
പ്രസവത്തിന് മുമ്പേ അല്ലെ പ്രസവത്തോടു കൂടി അവർ രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട്. ഗർഭിണിയായിരിക്കെ ആ ഉമ്മ അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ ഇരയായത് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ, അവർ ആരാ കുറ്റക്കാര് ആരാണ് ശരിയെന്നല്ല പറയുന്നത്, അവർ രണ്ടുപേരും നടത്തിയ ആ കാട്ടിക്കൂട്ടലിന്റെ പര്യവസാനമായി ഈ കുഞ്ഞാണ് അനുഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പാരന്റിങ് എന്ന് പറയുന്നത്, ഗർഭിണിയായിരിക്കെ ഒരു ഉമ്മ എത്ര സമാധാനത്തിലും ശാന്തിയിലുമാണ് ഗർഭം ധരിക്കുന്നത്. ആ സമാധാനവും ശാന്തിയും ആ കുട്ടിയിലുണ്ടാവും. എന്നാലോചിച്ചായി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഉമ്മ, മതപരമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഉമ്മ, തൻ്റെ കുഞ്ഞിനാണത് പകരുന്നത് ഗർഭിണിയാണെങ്കിലും. ഇതിനെക്കുറിച്ച് ആ സമയത്ത് നന്മകൾ മാത്രം ചർച്ച ചെയ്യേണ്ട, നല്ലത് പറയേണ്ട, സ്വാഭാവികമായുമുള്ള വർത്തമാനങ്ങളോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാതെ മനുഷ്യ മലക്കളൊന്നും അല്ലല്ലോ. എന്നാലും ദീനുള്ള ഒരു കുടുംബത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് തന്റെ ഉമ്മയുടെ ഗർഭത്തിലായിരിക്കെ അവൻ പാരന്റിങ്ങിന് വിധേയമാകുകയാണ്. ദീന് പഠിക്കണ കുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നൽകിയ ചില ഉപദേശങ്ങളാണ്. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. നമ്മുടെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിലൊക്കെ വാപ്പ ചൂടായ മക്കൾ നന്നാവുന്ന, ചീത്ത പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. പണ്ടൊക്കെ വാപ്പ എത്ര അടിച്ചാലും ചീത്ത പറഞ്ഞാലും തൊഴിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല, വാപ്പന്റെ സ്നേഹം അറിയും. കാലം മാറിയിട്ടുണ്ട്. ആധുനിക ലോകത്തെ മക്കളോട് നമ്മൾ ആ സമീപനം സ്വീകരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന വേറെ എന്താ അറിയോ, നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് സ്നേഹം കൊതിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ മക്കൾ അവരെ ചേർത്തു പിടിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. കൂടെ ഇരിക്കാൻ, ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കാൻ 10ഉം 20ഉം വയസ്സ് കഴിഞ്ഞ നമ്മുടെ ആൺമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉമ്മ അതിന് അവസരം കൊടുക്കില്ല. ഉപ്പയെ പിടിച്ചൊന്ന് കരയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഉപ്പയുടെ അടുക്കൽ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. അത് ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളെ കുറിച്ചല്ല. അവിടെയാണ് നമ്മുടെ പ്രവാചകൻ വിജയിച്ചതും നമ്മൾ പരാജയപ്പെട്ടതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ വലിയ ഉപദേശമുണ്ട്. സ്നേഹം നൽകണം, സ്നേഹം വാങ്ങണം. സ്നേഹം കൊടുത്താലേ കിട്ടൂ. കൊടുത്താലും തിരിച്ചു കിട്ടുന്നൊരു സാധനം സ്നേഹം. അതുപോലെ പലതും ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയും പോലെ കൊടുക്കുക, വാങ്ങുക. കൊടുത്തോ സ്നേഹം തിരിച്ചു കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ഇദാ അഹബ്ബ റജുലു അഖാഹു ഫലിയുഖ്ബിർഹു അന്നഹു യുഹിബ്ബു. തന്റെ സുഹൃത്തിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാളോട് നിങ്ങളുടെ സ്നേഹം പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ എല്ലാ ആത്മഹത്യകളും നിങ്ങൾ എടുത്തു നോക്കി, മുഴുവൻ ആത്മഹത്യകളുടെയും മൂലകാരണം ഒന്നാണ്. സാമ്പത്തികമല്ല, അല്ല, വല്ലാഹി സാമ്പത്തികമല്ല, കടബാധ്യതയല്ല, കുടുംബ പ്രശ്നങ്ങളല്ല. അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വിഷയം ഒന്നാണ്. എന്ത് അറിയോ? തനിക്ക് സപ്പോർട്ടായി തന്നെ സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും ഒരാളുമില്ല എന്ന തോന്നൽ, ഒറ്റപ്പെടുന്നു എന്ന തോന്നലാണ് ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നതെന്ന. എത്ര കടബാധ്യത ഉള്ള ആളാണെങ്കിലും കൂട്ടിപ്പിടിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അയാൾ ഒരു ഉറുപ്പ്യ കൊടുക്കണ്ട. സമാധാനം നൽകാൻ, സ്നേഹിച്ച് വിവരങ്ങൾ അന്വേഷിക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ, ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവുണ്ടെങ്കിൽ, ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഒരു ഉമ്മയുണ്ടെങ്കിൽ, തന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഭൂലോകത്തുണ്ടെന്നറിഞ്ഞാൽ 90% ആത്മഹത്യകളും അതിനു മുകളിലും നടക്കൂല എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മരുന്നിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കേണ്ടത്. ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബു. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കണം, ഒരു സ്വഹാബിയോട് സംസാരിക്കണം. ഫമർറ ബിഹിമാ റജുൽ, ഒരാൾ അങ്ങനെ കടന്നുപോയി. പ്രവാചകനും ഒരു സ്വഹാബിയും സംസാരിക്കുമ്പം മറ്റൊരു സ്വഹാബി പ്രവാചക അനുചരൻ ആ വഴിക്ക് കടന്നുപോയപ്പം അദ്ദേഹം വാഹനപ്പുറത്താ. അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, സലാം പറഞ്ഞ് അങ്ങനെ പോയി. സലാം പറഞ്ഞ് പോയ സമയത്ത് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബി റസൂലിനോട് പറഞ്ഞു, റസൂലേ ഇന്നി ലഉഹിബ്ബു ഹാദാ, തീർച്ചയായിട്ടും എനിക്ക് ഇയാളെ ഇഷ്ടമാണ് കേട്ടോ റസൂലേ. എന്തൊരു കാരണം ഉണ്ടാവും, അയാളുടെ ക്വാളിറ്റി, എന്തെങ്കിലും സ്വഭാവ, വ്യക്തിപരമായ എന്തെങ്കിലും കാരണം ഉണ്ടാവും.
ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അഅലംത, നീ അയാളോടുള്ള ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അലിമുഹു. നോക്കി, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അത്ഭുതം തോന്നും. പ്രവാചകന്റെ ഏത് മേഖലയാണ്, പ്രവാചകൻ ഇടപെട്ട മേഖലയിൽ മുഴുവനും അത്ഭുതങ്ങളല്ലേ. പ്രവാചകൻ നമ്മൾ എത്ര നിസ്സാരായി. റസൂൽ അലിമുഹു, പോയി പറയണം. അയാൾ ഓടി അയാളെ വിളിച്ചു നിർത്തിച്ചു വാഹനത്തെ. എന്നിട്ട് പറഞ്ഞു, ഉഹിബ്ബുക ഫില്ലാഹ് അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹ്, എനിക്ക് താങ്കളെ ഇഷ്ടമാണ്. അപ്പൊ അയാൾ തിരിച്ചു പറയും, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹ്, ആരെയാണോ ആർക്ക് വേണ്ടിയാണോ എന്നെ താങ്കൾ സ്നേഹിച്ചത് അയാൾ താങ്കൾ ഇഷ്ടപ്പെടട്ടെ, അള്ളാഹ് ഇഷ്ടപ്പെടട്ടെ. അത് പ്രവാചകൻ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തിരിച്ചു പറയും. ചില മശായിഖുമാരുടെ പണ്ഡിതന്മാരുടെ സദസ്സുകൾ നിങ്ങൾ പോയാൽ കാണാം, ചെല്ലുമ്പോൾ ആളുകൾ വഹിബ്ബുക യാ ശൈഖ്, ശൈഖങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, വഹിബ്ബുക ഫില്ലാഹ്. അപ്പൊ അവർ തിരിച്ചു പറയും, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു മാതൃകയാണെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും പ്രവാചകനും തമ്മിലുള്ള ബന്ധം ഒന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾ. പാരന്റിങ്, നമ്മുടെ മക്കളെ നമ്മൾ നേർവഴിക്ക് നടത്താൻ റസൂൽ ഒന്നാമത് പറയുന്നത് അറിയോ? മക്കളെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത്, അത് തെറ്റാണ്. സ്നേഹം അറിയിക്കണം എന്നാ. എങ്ങനെ സ്നേഹം അറിയിക്കുക? സ്നേഹം പുഞ്ചിരി കൊണ്ട് അറിയിക്കാം, ഒരു തലോടൽ കൊണ്ട് അറിയിക്കാം, ഒരു മുത്തം കൊണ്ട് അറിയിക്കാം, ഒരു ചേർത്തുപിടിക്കൽ കൊണ്ട് അറിയിക്കാം. സ്നേഹം അറിയിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സ്നേഹം വേസ്റ്റാണ്. വാപ്പാക്ക് ഭയങ്കര സ്നേഹമാണ് മക്കളോട്, പക്ഷെ ആ വാപ്പ മക്കളെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ ആ മനുഷ്യന് കഴിയാറില്ല. അല്ല, സ്വാഭാവിക ചില മനുഷ്യന്മാരങ്ങനെ ഉണ്ടാവും. പക്ഷെ ചിരിക്കാൻ അറിയില്ലെങ്കിലും മക്കൾക്ക് സ്നേഹമുണ്ട് വാപ്പക്ക് എന്നറിയാൻ എന്തെങ്കിലും ഒരു മാർഗമെങ്കിലും അയാൾ ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഉറപ്പാ മക്കൾ അയാൾ ആന്റി ആയിരിക്കും. ആ മക്കൾ ആ ബാപ്പാന്റെ ആന്റി ആയിരിക്കും, എതിരായിരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വലിയൊരു ഉദാഹരണമാണ്. സ്നേഹം അറിയിക്കണം. എങ്ങനെ സ്നേഹം അറിയിക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കളും തമ്മിലുള്ള ബന്ധം എടുത്ത് നോക്കി. പ്രവാചകൻ മക്കളെ കുറിച്ച് പറയുന്ന വാക്കുകൾ, സൈനബു അഫ്ദലു ബനാതി, സൈനബന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയവളാണ്. മോളെക്കുറിച്ച് പറയാണ്. ആ ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ച്, ഫാത്തിമ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചകന്റെ ഹദീസുകളാണ് സുലഭമായി നമ്മുടെ മുമ്പിൽ കൂടുതൽ കാണുന്നത്. പ്രവാചകൻ എല്ലാ മക്കളോടും അങ്ങനെയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമുക്ക് എടുക്കാം. ഫാത്തിമതു ഖിത്അതു കബ്ദി, പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണിത്. ഫാത്തിമ എന്റെ കരളിന്റെ കഷണാണ്. ഖിത്അതു കബ്ദി ഫാത്തിമതു ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ അംശമാണ്. ഇതെപ്പോഴാ പറഞ്ഞതെന്നറിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹു തമ്മിൽ എന്തോ ഒരു പണക്കുണ്ടായ ശേഷം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയിട്ട് പള്ളിയിൽ പോയി, മദീനത്തെ പള്ളിയിൽ മണലിൽ കടന്നു. മണലിൽ കടന്നിട്ട് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നു, പരാതി അറിഞ്ഞു. സ്വാഭാവിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അബാ തുറാബ് എന്നാ വിളിച്ചത്. വാ, എന്താണിത്? ഒരു പ്രശ്നമില്ല, വാ. പ്രശ്നം റസൂൽ പരിഹരിക്കുന്നത് നോക്കി നിങ്ങൾ. നമ്മുടെ പരിഹാര കമ്മിറ്റിയൊക്കെ അങ്ങനെയാണല്ലോ. ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോയി ചർച്ച ചെയ്യാൻ പോയാൽ അതുപോലെ രണ്ടാളുമുള്ള പ്രശ്നം വളരെ സിമ്പിളായി തീരുന്ന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്ത് വലുതാക്കല. പ്രവാചകൻ വിളിച്ചുകൊണ്ടുപോയി അലി ഇബ്നു അബി ത്വാലിബിനെ ഉപദേശിച്ചു, പറഞ്ഞു വിട്, പെണ്ണുങ്ങളല്ലേ, ഉപദേശിച്ചു. നേരെ മോളെടുത്തെത്തി. മോളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം നോക്കി. ആ സമയത്ത് പ്രവാചകൻ എന്ന് പറയുന്നത്, ഫാത്തിമതു ഖിത്അതു കബ്ദി, അത്രയാ കുട്ടി ആഗ്രഹിക്കുന്നുള്ളൂ, എന്റെ വാപ്പനോട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറ. തിന്മക്ക് സപ്പോർട്ട് ചെയ്യണം എന്നല്ല, വാപ്പക്കിനോട് സ്നേഹമുണ്ട്, വാപ്പന്റെ കൂടെ ഉണ്ട്. ഫാത്തിമതു ഖിത്അതു കബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ്. ബിദ്അത്തും മിന്നി, എന്റെ ഭാഗമാണ്. ഫമൻ അബ്ഗളഹാ ഫഖദ് അബ്ഗളനി, എന്റെ മോളെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ എന്നേട്ടാ ദേഷ്യം പിടിപ്പിച്ചേ. ഇതൊരു വർത്താനാണ്. പക്ഷെ ആ വർത്താനത്തിന്റെ തഅ്സീർ എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ? അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂൽ മരിച്ച 6 മാസം കഴിഞ്ഞിട്ടാണല്ലോ അവിടുന്ന് മരിക്കുന്നത്. അതുവരെ അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിവാഹം വേറെ കഴിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും മിക്കവാറും 2 വിവാഹങ്ങൾ കഴിക്കാറുണ്ട്.
അലി റളിയല്ലാഹു അൻഹു അതിനാവശ്യക്കാരനുമായിരുന്നു. അലി അള്ളാന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും പല ഹദീസുകളിലൂടെ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു അതുവരെ വേറൊരു വിവാഹം കഴിച്ചില്ല. ഫാത്തിമ മരിച്ച ശേഷമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ മരിച്ച ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം കഴിച്ചത്. അതിന് കാരണം എന്താ അറിയോ? റസൂൽ അത് ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല. റസൂൽ പറഞ്ഞ വാക്ക് ഫാത്തിമതു ബിദ്അതു മിന്നി, ഫാത്തിമ എന്റേതാണ്, എന്റെ മോൾ ആരെങ്കിലും വിഷമിപ്പിച്ച എന്നെയാണ് വിഷമിപ്പിച്ച് എന്ന് പറഞ്ഞ എന്റെ മോൾക്ക് ഒരു വിഷമം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും വാപ്പക്കും ഉണ്ടാവും. ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റൊരു ഭാര്യയെ കൊണ്ടുവന്നാൽ അത് സ്വാഭാവികമായിട്ടും ഫാത്തിമക്ക് വിഷമം ഉണ്ടാവും. ഫാത്തിമക്കത് വിഷമം ഉണ്ടായാൽ അത് പ്രവാചകന് വിഷമം ഉണ്ടാക്കും. എന്റെ പ്രവാചകന് വിഷമം ഉണ്ടാകണം ഒന്നും ഞാൻ ചെയ്യൂല. ബസ് ഞങ്ങളോട് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹം കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരികയാണ്. ഖാമ ഇലൈഹാ, എഴുന്നേറ്റ് ചെല്ലും. വറഹബ ബിഹാ വഖബ്ബലഹാ വഅജ്ലസഹാ ഫീ മജ്ലിസി, ചുംബിക്കും, കൊണ്ടുവന്നിരുത്തും. ഞാനിത് പറയുന്നത് എന്താ പറയുക, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രായം ഒരു LKG-യിലോ UKG-യിലോ പഠിക്കുന്ന ഒരു കുട്ടിയല്ല, മുതിർന്ന ഒരു സ്ത്രീയാണ്. ഹസൻ ഹുസൈൻ അടക്കമുള്ള മക്കളുടെ ഉമ്മയാണ്. സ്വന്തം ഉപ്പയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന സമയത്താണ് ഖാമ ഇലൈഹാ വഅജ്ലസഹാ വഖബ്ബലഹാ, ചെന്ന് കൊണ്ടുവന്ന് കൈപിടിച്ചിരുത്തി ചുംബിച്ച് മുത്തം കൊടുത്ത് സ്നേഹവർത്തമാനങ്ങൾ പറയുന്ന ഒരു ഉപ്പ. ഞങ്ങൾ ചോദിക്കും, നമ്മുടെ മക്കൾക്ക് ഇത് നൽകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടിക്ക് അവസാനമായി മുത്തം കൊടുത്തതെന്നാന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ അവസാനം എൻ്റെ കുട്ടിക്ക് ഞാൻ ഉമ്മ കൊടുത്തെന്നാ 8-ലോ 7-ലോ 5-ലോ 6-ലോ 4-ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ ആ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോകും, ഉറപ്പാണ്. ഞങ്ങളോട് ഒരു അനുഭവം പറയാം. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആവർത്തന വിരസത ഉണ്ടെങ്കിൽ കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ അനുഭവത്തിലുള്ള സംഭവങ്ങളോട് പറയാം. ഒരു പെൺകുട്ടി നന്നായി പഠിക്കുന്ന നല്ല പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനത്തിൽ ഡൗണായി. സ്വാഭാവികമായിട്ടും സംശയം തോന്നും. എന്തേ പറ്റി? പല കാരണങ്ങളുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, വേറെ എന്തെങ്കിലും അഫെയർ കൊണ്ടാവാം. നമ്മുടെ സ്ഥാപനം ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുറെ വിദ്യാഭ്യാസം കൊടുത്തിട്ട് വലിയ ശമ്പളത്തിൽ സ്കെയിലിൽ ശമ്പളം വാങ്ങുന്ന ഒരു ശമ്പളക്കാരുണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ല. വിദ്യാഭ്യാസം വേണം, ദീന് വേണം, സമൂഹത്തിനും ഉമ്മത്തിനും ഗുണമുള്ള ആളുകളാവണം. ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ വിഷയത്തിലും ഇടപെടാറുണ്ട്. കുട്ടികളത് തുറന്നു പറയാറുണ്ട്. കുട്ടി ഉപദേശം കൊടുത്തു. എന്താ ഒന്നുമില്ല, ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു ചെറിയ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തു. ആ കുട്ടി ആത്മാർത്ഥമായി അതിൽ നിന്ന് പിന്മാറി. പിന്നീട് 4-5 വർഷങ്ങൾക്ക് മുമ്പാ പിന്നീട് ഇതേ പ്രശ്നത്തിൽ ആ സംഭവം കഴിഞ്ഞ് വീണ്ടും 1-2 വർഷത്തിനുള്ളിൽ ഈ കുട്ടി ഇതേ പ്രശ്നത്തിൽ മറ്റൊരാളുമായി കൊണ്ടുള്ളൊരു പ്രശ്നത്തിൽ പിടിച്ചു ആ കുട്ടിയെ. അപ്പൊ കുട്ടിയോട് സ്വാഭാവികമായിട്ട് സംസാരിച്ചു, മോളെ ഇത്ര പഠിച്ചു മുന്നിൽ നിൽക്കുന്ന ഇത് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ആ കുട്ടി പറഞ്ഞ വാക്കെന്താ അറിയോ? അന്ത് വിട്ടുപോയി. ആ കുട്ടി തുറന്ന് പറയാം, മോള് തിരിച്ചു പറയാ, സർ ഞാനടക്കം വേറെ അധ്യാപകനുണ്ട്. ഞങ്ങൾ സർ വീട്ടുകാര് ആരും എൻ്റെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. കുടുംബത്തിൽ ആദർശപരമായോ ദീനീപരമായോ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, തൗഹീദി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നാൽ ആ കുട്ടി തൗഹീദിന്റെ വക്താബായി നിലകൊള്ളുന്നുള്ളത് ഖൈറാണ്, അൽഹംദുലില്ലാ. ആ കുട്ടി പറയാണ്, എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു സപ്പോർട്ടില്ല. ഞാൻ എൻ്റെ വിഷയങ്ങൾ പറയാൻ വീട്ടിൽ വരുമ്പോൾ അത് കേൾക്കാൻ പിന്നെ ഒരാളുമില്ല. ഉപ്പല്ല ഉമ്മല്ല. എനിക്ക് ആങ്ങളമാരുണ്ട്, ഓലൊക്കെ ബിസിനസിന്റെ തിരക്കിലാണ്. എന്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി അവളുടെ വീട്ടുകാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ട് അത്ഭുതപ്പെട്ടാണ്. അതേ അവളുടെ കൂടെ പഠിക്കുന്ന ഒരു മറ്റൊരു കുട്ടിയുമായി അവൾ സ്വയം കമ്പയർ ചെയ്യാണ്. ആ കുട്ടി എന്താ? ആ കുട്ടി പറഞ്ഞത് പിന്നെ ഉപ്പയെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞ സദസ്സിൽ ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കും കുട്ടികൾക്ക്. ഉപ്പയെക്കുറിച്ച് പറയാം, ഉമ്മയെക്കുറിച്ച് പറയാം. ആ കുട്ടി ഈ പറയപ്പെട്ട കുട്ടി വന്ന് പറഞ്ഞിട്ട് തൻ്റെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്കിപ്പോഴും അത് മനസ്സിലുണ്ട്. ഉപ്പയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് തീരുന്നില്ല. അമ്മനെ കുറിച്ചാണ് സാധാരണ പെൺകുട്ടികൾ പറയാം, ഉപ്പയെക്കുറിച്ച് അങ്ങനെ പറയാണ്, എൻ്റെ ഉപ്പ അങ്ങനെയാണ് പറഞ്ഞത് തന്നെയാണ് ആ കുട്ടി ആവർത്തിച്ച് പറയുന്നത്. ആ കുട്ടി പറഞ്ഞതിന് ആകത്തുക എൻ്റെ ഉപ്പ എന്നെ കേൾക്കും,
ഞാൻ പറയുന്നത് കേൾക്കും, കാതോർത്ത് കേൾക്കും. എൻ്റെ ഉമ്മ പോലും എന്നെ ഉപ്പയെ കളിയാക്കും. നിങ്ങൾ ഈ ചെറിയ കുട്ടിൻ്റെ എന്തോ ചെറിയ വർത്തമാനങ്ങളൊക്കെ കേട്ടിക്കാൻ വേറെ പണിയില്ല നിങ്ങൾക്ക് എന്ന് വരെ എൻ്റെ ഉമ്മ ചോദിക്കാറുണ്ട്. ഞാൻ ചെന്നാൽ മൊബൈൽ മാറ്റി വെച്ച് എന്നെ അങ്ങനെ കേൾക്കും. ഇത് ഈ കുട്ടി പറയുന്നത് ഇവള് കേട്ടിട്ടുണ്ട്. ഇവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്ര. അപ്പോൾ തൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ഒരാളെ കണ്ടെത്തിയതാണ് സാർ. ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയ ഒരു കഥയൊന്നുമല്ല, യാഥാർത്ഥ്യങ്ങളോട് പറഞ്ഞത്. ഞാൻ പ്രവാചകന്റെ ആ കൽപ്പന ലംഘിക്കപ്പെട്ടാൽ ചേർത്തു പിടിച്ച് സുഹൃത്തായി, കൂട്ടുകാരനായി, കൂട്ടുകാരിയായി മക്കളുടെ കൂടെ നിൽക്കേണ്ടവരാണ് മാതാപിതാക്കൾ. ഒരൊറ്റ കാര്യം കൂടി പിന്നെ പറഞ്ഞത് പരിഗണിക്കുക എന്നുള്ളത്. നമ്മൾ പരിഗണിക്കുക, അർഹിക്കുന്ന സ്ഥാനം മക്കൾക്ക് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസിലുൻ നാസ മനാസിലു, പ്രവാചകന്റെ പ്രശസ്തമായ ഒരു ഉപദേശം, ആളുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുക. അൻസിലുൻ നാസ മനാസിലവും. പ്രവാചകൻ അങ്ങനത്തെ ഒരാളായിരുന്നു. കുട്ടികളെപ്പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിരുന്നു. കുട്ടികളെപ്പോലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ റസൂൽ എങ്ങനെ പരിഗണിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിച്ചത് പ്രശസ്തമായ സംഭവമാണ്. അനസ് ഇബ്നു മാലിക് എന്ന പ്രവാചകന്റെ ഖാദിമിന്റെ സഹോദരനാണ്. ആ കുഞ്ഞിന്റെ വായിൽ ആദ്യമായി മധുരം വെച്ചു കൊടുത്തത് റസൂലാണ് ജനിച്ചപ്പോൾ. ആ ഉമൈർ പള്ളിയിൽ സ്ഥിര സാന്നിധ്യമാണ്, മദീനത്തെ പള്ളിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വർത്താനം പറയാം മോനോട്. കുറച്ച് ദിവസമായി ആ മോനെ കാണുന്നില്ല. റസൂൽ അനസിനോട് ചോദിച്ചു, അനസേ എവിടെ പോയി നിന്റെ അനിയൻ, കാണുന്നില്ലല്ലോ. പറഞ്ഞ മറുപടി എന്താ അറിയോ? അവനൊരു കുരുവി ഉണ്ടായിരുന്നു, ആ കുരുവി ചത്തുപോയി. കുരുവി ചത്തുപോയ വിഷമത്തിൽ വീട്ടിലിരിക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ജീവിതത്തെക്കുറിച്ച്. നമ്മുടെ മക്കൾ അവരാറ്റ് നോറ്റ് വളർത്തിയ, അവരുടെ സ്നേഹത്തോടു കൂടി വളർത്തിയ, അവർ വളർത്തിയ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്. നമ്മൾ അതിനെ പരിഗണിച്ചിരുന്നു. എൻ്റെ കുട്ടി സ്നേഹത്തിൽ വളർത്തിയിരുന്ന അവൻ്റെ പെറ്റ്സിനെ അവൻ വളർത്തിയിരുന്ന, അത് തത്തമ്മയാവട്ടെ, ലവ് ബേർഡ്സ് ആവട്ടെ, അതൊരു മുയലാവട്ടെ, അതല്ലെങ്കിൽ ഏതൊരു മത്സ്യമാവട്ടെ, അവൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേർന്നിരുന്നോ? എങ്കിൽ പ്രവാചകനെ നമ്മൾ കാണേണ്ടത് അറിയോ? പ്രവാചകൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ചെല്ലി കാണുകയാണ്. എന്നിട്ട് പറഞ്ഞെന്തറിയോ? യാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. ഉമൈർ എന്തു പറ്റി? കുരുവി ചത്തുപോയോ? സാരല്ല, ആശ്വസിപ്പിക്കുകയാണ്. ആ കുട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരാ വന്നത്? മുഹമ്മദുൻ റസൂലുള്ളയാണ് വന്നത്. എൻ്റെ പ്രശ്നത്തിൽ എനിക്ക് ഉപദേശം, എൻ്റെ പ്രശ്നത്തിൽ, എൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നത് പ്രവാചകനാ. ആ കുട്ടി ജീവിതത്തിൽ മറക്കും അത്. ഇതാണ് പ്രവാചകന്റെ പരിഗണന. ഞാനിത് പറഞ്ഞു രണ്ട് കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹം നൽകുക, അത് പ്രകടിപ്പിക്കുക, അത് പരിഗണിക്കുക, മക്കൾക്ക് ഉപദേശങ്ങളായി നന്മകൾ പകർന്നു കൊടുക്കുക. ഉപദേശങ്ങളായി, മാതൃകയാൽ. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുക, സമയമല്ലാത്തതുകൊണ്ട്. പരമപ്രാധാന്യമുള്ള ഒന്നാണിത്. നമ്മൾ മാതൃകയാവുക. വാപ്പയെക്കുറിച്ച് ഞാൻ അത്രേ പറയുന്നു, ഒറ്റ വരി പറയാം. എൻ്റെ മകന് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നണം. എൻ്റെ ഉപ്പ വാക്ക് പറഞ്ഞാൽ ലംഘിക്കാത്തവനാണ്, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്തവനാണ്, മോശത്തരങ്ങൾ വൃത്തികേടുകൾ ചെയ്യുന്നല്ല, അബദ്ധം പറ്റിയാൽ മാപ്പ് പറയാൻ മടിയില്ലാത്തതാണ്. എൻ്റെ ഉപ്പയുടെ ഈ സ്വഭാവ ഗുണങ്ങളുടെ കാരണം അദ്ദേഹം ഉൾക്കൊള്ളുന്ന മതമാണ്, അയാൾ വിടാതെ നിർവഹിക്കുന്ന നിസ്കാരങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ മതമാണ് അദ്ദേഹത്തെ ഇങ്ങനെയാക്കിയത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ റോൾ മോഡലായി കാണിച്ചു കൊടുക്കണം. ഇതാണ് പാരന്റിങ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.